ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്തു. പ്രവാചകൻ പറയുക, ഈ മനോഹര വസ്തു മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ ഇന്ന് ഈ ഭൂമി, ഈ ലോകരാഷ്ട്രങ്ങൾ, ലോകൈക നേതാക്കന്മാർ എല്ലാം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ലക്ഷണം മറ്റൊന്നുമല്ല, സകല ജാതികളുടെയും മനോഹര വസ്തുവാകുന്ന യേശു വാതുക്കലായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ്? അവൻ ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി പോകുകയാണ്. ആ രാജ്യം കർത്താവ് സ്ഥാപിക്കുന്ന ഇളകാത്ത രാജ്യം ഒഴിച്ച് സകല രാജ്യങ്ങളും സകല സംവിധാനങ്ങളും ഇളകിപ്പോകുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടി ഇന്ന് പകൽക്കാലം ദൈവമക്കളെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എങ്ങനെയാകണം ഇനിയുള്ള കാലങ്ങളിൽ ദൈവഭയത്തോടെ വിറയലോടെ ദൈവത്തെ സേവിപ്പാനായിട്ട് കഴിയണമെന്ന് ദൈവസന്നിധി ദൈവമക്കളെ ഞാൻ പ്രബോധിപ്പിച്ചുണർത്തുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലം വന്നതാകുന്ന കുറവുകൾ, പരാജയങ്ങൾ ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് ദൈവസ്ഥലിലേക്ക് നമുക്ക് അടുത്തു വരാം. 91 സംഘത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും. നമ്മളത് വ്യക്തമായി മനസ്സിലാക്കുക. യേശുവിനോട് പറ്റിയിരിക്കുക എന്നുള്ളത്. നമ്മള് പലപ്പോഴും പറയും യേശുവിന്റെ രക്തത്തിന്റെ കവറിങ് നമുക്കുണ്ട് എന്നൊക്കെ. ശരിയാണ്, ഇല്ലെന്നുള്ളതല്ല. പക്ഷേ അതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കിയ ആത്മീയ അർത്ഥം നമ്മൾ